ഹലോ ഫ്രണ്ട്സ്, UPC ജോഗ്രഫി ക്ലാസ്സസിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഇൻട്രൊഡക്ടറി പോർഷനാണ് കണ്ടത് അല്ലേ? ജോഗ്രഫി എന്ന സബ്ജക്റ്റിന് UPSCയിലുള്ള ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളത്, എങ്ങനെ വേണം ജോഗ്രഫി പഠിക്കാനായിട്ട്, ജോഗ്രഫിയുടെ റിസോഴ്സസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്സ് ഓഫ് ജോഗ്രഫി. നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ടൈം ലൈൻ, അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ബേസിക്സ് ഓഫ് ജോഗ്രഫിയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകാതെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി തന്നെ നമുക്ക് നോക്കാനുള്ളത് എർത്തിനെ കുറിച്ചാണ്. എർത്ത് അല്ലേ? അപ്പോൾ എർത്ത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ എർത്തിൻ്റെ ഷേപ്പ് എന്താണ്, അതാണ് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത്. എർത്തിൻ്റെ ഷേപ്പ് ഒരു യുണീക്ക് ഷേപ്പാണ് അല്ലേ? അതുകൊണ്ട് തന്നെ എർത്തിൻ്റെ ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജിയോയിഡ്. ഓക്കെ, എർത്തിൻ്റെ ഷേപ്പ് അറിയപ്പെടുന്നത് ജിയോയിഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പേര് വിളിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അതിനൊരു യുണീക്ക് ഷേപ്പ് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ എറ്റിമോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ ജിയോയിഡ് നമുക്കറിയാം. ജിയോ മീൻസ് എർത്ത്, ഓയിഡ് മീൻസ് ഷേപ്പ് അല്ലേ? ഇപ്പം എർത്ത് ലൈക്ക് ഷേപ്പ് എന്ന അർത്ഥത്തിലാണ് ഇതിന് ജിയോയിഡ് എന്ന് പേരിട്ടേക്കുന്നത്. എർത്ത് ലൈക്ക് ഷേപ്പ്. ഓക്കെ, അപ്പോൾ ആ ഒരു അർത്ഥമാണ് ജിയോയിഡ് എന്ന വേർഡിൻ്റേത്. അപ്പോൾ എന്താണ് ജിയോയിഡ് ഷേപ്പ് എന്ന് പറയുന്നത്? അതായത് എർത്തിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഫ്ലാറ്റൻഡ് അറ്റ് ദി പോൾസ് ആൻഡ് ബൾജസ് അറ്റ് ദി ഇക്വേറ്റർ. അതായത് എർത്ത് എന്ന് പറയുന്നത് ഒരു സ്പിയർ ആണ്. അത് സ്പിയർ ആണെങ്കിൽ പോലും അത് ഫ്ലാറ്റാണ് പോൾസിൻ്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഫ്ലാറ്റ് ആണ്. എന്നാൽ ഇക്വേറ്റർ റീജിയൻ എന്ന് പറയുന്നത് ബൾജ്ഡ് ആണ്. ഈ ഒരു ഷേപ്പിനെയാണ് ജിയോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലാറ്റൻഡ് ആണ് പോൾസ് നോക്കിക്കഴിഞ്ഞാൽ പോൾസ് ഇങ്ങനെ ഫ്ലാറ്റൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇക്വേറ്റർ എന്ന് പറയുന്നത് ബൾജ്ഡ് ആണ്. ഈ ഒരു ഷേപ്പാണ് എന്ത് ജിയോയിഡ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല നമ്മുടെ ഒബ്ലേറ്റ് സ്പെറോയിഡ് പോലെയാണ്, ഒരു ഒബ്ലേറ്റ് സ്പെറോയിഡ് ആയിട്ടാണ് എർത്ത് ഇരിക്കുന്നത്. ഇനി ഏതൊരു സ്പിയർ എടുത്തു നോക്കിയാലും ആ ഒരു സ്പിയറിൻ്റെ സർഫസ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കും അല്ലേ? നമ്മൾ ബോളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പന്തൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പന്തിൻ്റെ സർഫസ് എങ്ങനെയാണ്? സ്മൂത്താണ്. പക്ഷേ എർത്തിൻ്റെ സർഫസ് എന്ന് പറയുന്നത് സ്മൂത്ത് അല്ല. അതിൽ എലവേഷൻസും ഡിപ്രഷൻസും ഉണ്ട്. അപ്പോൾ എർത്തിൻ്റെ ജിയോഡസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എർത്തിൻ്റെ ഷേപ്പ് ജിയോയിഡ് എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് അത് പോൾസിൽ ഫ്ലാറ്റൻഡ് ആണ്, ഇക്വേറ്ററിൽ ബൾജ്ഡ് ആണ്. അറ്റ് ദ സെയിം ടൈം തന്നെ എർത്തിൻ്റെ സർഫസ് എന്നത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് അല്ല. എർത്തിൻ്റെ സർഫസിൽ ഡിപ്രഷൻസും എലവേഷൻസും കാണാനായിട്ട് സാധിക്കും. ഇനി എർത്ത് സ്പെറിക്കലാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എർത്ത് സ്പെറിക്കലാണ് എന്നുള്ളതിന് എവിഡൻസ് എന്താണ്? ഇനി അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, എവിഡൻസസ് ഫോർ എർത്ത് സ്പെറിസിറ്റി. എർത്തിൻ്റെ സ്പെറിസിറ്റിക്ക് എവിഡൻസസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് എവിഡൻസ് എന്ന് പറയുന്നത് സർക്കംനാവിഗേഷൻ ഓഫ് ദി എർത്ത്. നമുക്കറിയാം മെഗലൻ ആദ്യമായി ലോകം ചുറ്റി സഞ്ചരിച്ച സഞ്ചാരിയാണ് മെഗലൻ. അദ്ദേഹം എവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങിയോ അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ യാത്ര അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിന് കാരണം എന്താണ്? എർത്ത് ഒരു സ്പെറിക്കൽ ബോഡി ആയതുകൊണ്ടാണ്. അതായത് എവിടെ നിന്ന് യാത്ര തുടങ്ങിയോ അവിടെ തന്നെ അദ്ദേഹം കറങ്ങി തിരിച്ചെത്തി. അപ്പോൾ അത് കാണിക്കുന്നത് എർത്ത് സ്പെറിക്കൽ ആയതുകൊണ്ടാണ് എന്നാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് സർക്കുലാർ ഹൊറൈസോൺ. അപ്പോൾ എന്താണ് സർക്കുലാർ ഹൊറൈസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർക്കുലാർ ഹൊറൈസോൺ എന്ന് പറഞ്ഞാൽ ചക്രവാളം മലയാളത്തിൽ പറയും. അതായത് നമുക്കറിയാം നമ്മളെല്ലാവരും തന്നെ സൂര്യാസ്തമയം കാണാനായിട്ട് കടലിലാണ് പോകുന്നത്. കാരണം എന്താ? നമ്മൾ ആ ഓഷ്യൻ്റെ തീരത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയാസിൽ ബീച്ചിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്? സൂര്യൻ കടലിൽ താഴുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ സൂര്യൻ കടലിൽ താഴുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ബീച്ചിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുന്നത് ആക്ച്വലി എർത്ത് സ്പെറിക്കൽ ആയതുകൊണ്ടാണ്. അപ്പോൾ ഒരു കാര്യം നോക്കാം നമുക്ക്. ഇത് എർത്തിൻ്റെ സർഫസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്നായിരിക്കും ചിലപ്പോൾ സൂര്യാസ്തമയം കാണാനിരിക്കുന്നത്. ഇപ്പോൾ സൂര്യൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ സൂര്യൻ സാവധാനത്തിൽ താഴോട്ട് താഴുന്നതായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്
സൂര്യാസ്തമയ സമയത്ത് സൂര്യൻ കടലിൽ താഴുന്നതായും, അതുപോലെ തന്നെ ചെറുപ്പത്തിൽ നമ്മളോട് പിക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മളൊക്കെ ദേ ഇങ്ങനെയാണ് വരയ്ക്കുക. ഒരു മല വരയ്ക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഒരു സൂര്യൻ ഇങ്ങനെ ആ മലമുകളിൽ നിന്ന് ഉദിച്ചുയരുന്നതായിട്ട് നമ്മൾ വരയ്ക്കും അല്ലേ. എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ വരയ്ക്കുന്നത്? കാരണം നമ്മൾ മലയാളികളെ സംബന്ധിച്ച് സഹ്യപർവ്വതം കിടക്കുന്നത് അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാഡ്സ് ഇരിക്കുന്നത് എവിടെയാണ്? കേരളത്തിൻ്റെ ഈസ്റ്റേൺ സൈഡിലാണ്. അപ്പോൾ ഈസ്റ്റിൽ സൂര്യൻ ഉദിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്? സൺ റൈസ് ചെയ്ത് വരുന്നത് ആ വെസ്റ്റേൺ ഗാഡ്സിൻ്റെ മുകളിൽ നിന്നാണ് എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് കേരളീയർക്ക് തോന്നാറുണ്ട്. അപ്പോൾ സൂര്യൻ ഉദിച്ചുയരുന്നതാണ് നിങ്ങൾ കാണുന്നത്, അതുപോലെ സൂര്യൻ അസ്തമിച്ച് താഴുന്ന, സൺ സെറ്റ് ചെയ്ത് താഴോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് സർക്കുലാർ ഹൊറൈസോൺ. അങ്ങനെ തോന്നാനുള്ള കാരണം ഭൂമി സ്പെറിക്കൽ ആയതുകൊണ്ടാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഷിപ്പിൻ്റെ വിസിബിലിറ്റി. അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ എന്ത് കണ്ടിട്ടുള്ളവരാണ്? ഷിപ്പ് കണ്ടിട്ട് ഉള്ളവരാണ്. അപ്പം നമ്മൾ മിക്കവാറും നമ്മുടെ കടൽ തീരത്തിരിക്കുമ്പോഴായിരിക്കും ഷിപ്പ് കാണുക. അപ്പം നിങ്ങൾ അകലേന്ന് വരുന്ന ഒരു ഷിപ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കടൽ തീരത്ത് നിങ്ങൾ ഇരുന്നിട്ട് അകലേന്ന് വരുന്ന ഒരു ഷിപ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ആദ്യം കാണാൻ പോകുന്നത് ആ ഷിപ്പിൻ്റെ മാസ്റ്റ് ആയിരിക്കും. മാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകൾ ഭാഗം, ഷിപ്പിൻ്റെ മുകൾ ഭാഗത്തിനെയാണ് മാസ്റ്റ് എന്ന് പറയുന്നത്. ഷിപ്പിൻ്റെ അടിഭാഗത്തിന് നമ്മൾ ഹള്ള് എന്നാണ് പറയുക. ഷിപ്പിൻ്റെ അടിഭാഗത്തിന് നമ്മൾ ഹള്ള് എന്നും ഷിപ്പിൻ്റെ മുകൾ ഭാഗത്തിന് നമ്മൾ മാസ്റ്റ് എന്നും പറയുക. അകലേന്ന് വരുന്ന ഒരു ഷിപ്പിൻ്റെ മാസ്റ്റ് ആയിരിക്കും നമ്മൾ ആദ്യം കാണുക. പിന്നീട് ഷിപ്പ് നമ്മളോട് അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഷിപ്പ് നമ്മളിലേക്ക് അടുക്കുമ്പോഴാണ്, ഷിപ്പ് ഇവിടെ വരെ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഷിപ്പിൻ്റെ ഹള്ള് വിസിബിൾ ആവുക. അപ്പോൾ അത് കാണിക്കുന്നത്, അകലെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഷിപ്പിൻ്റെ മുകൾ ഭാഗമാണ്, മാസ്റ്റാണ്. ഫൈനലിയാണ് നമുക്ക് അതിൻ്റെ ഹള്ള് വിസിബിൾ ആവത്തുള്ളൂ. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി ഒരു സർക്കുലാർ ബോഡിയാണ്. അപ്പോൾ ഭൂമി സർക്കുലാർ ബോഡി ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ മുകളിലിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു താഴേന്ന് കയറി വരുന്ന ഷിപ്പിൻ്റെ മുകൾ ഭാഗം ആദ്യം കാണുന്നത്. പിന്നീട് ഷിപ്പ് നമ്മളുടെ അടുത്തോട്ട് എത്തുമ്പോൾ നമുക്ക് ഷിപ്പിൻ്റെ മുഴുവൻ ഭാഗവും ഹള്ള് വരെ വിസിബിൾ ആയി തുടങ്ങുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റാണ് സൺറൈസും സൺസെറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഡേ ആൻഡ് നൈറ്റ് അല്ലെങ്കിൽ സൺറൈസ് ആൻഡ് സൺസെറ്റ്. അപ്പോൾ ഈ സൺറൈസിലും സൺസെറ്റിലും എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുക? അതായത് ഭൂമി സ്പെറിക്കൽ ആയതുകൊണ്ടും അതേസമയം തന്നെ അത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടുമാണ് നമുക്ക് എന്ത് തോന്നുന്നത്? സൺറൈസും സൺസെറ്റും അല്ലെങ്കിൽ ഡേ ആൻഡ് നൈറ്റ് അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഭൂമി സ്പെറിക്കൽ ആയതുകൊണ്ടും അതേസമയം തന്നെ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടുമാണ് നമ്മൾക്ക് ഡേ ആൻഡ് നൈറ്റ് അനുഭവപ്പെടുന്നത്, അതുപോലെ സൺറൈസും സൺസെറ്റും അനുഭവപ്പെടുന്നത്. അപ്പം നിങ്ങൾ നോക്കിക്കോ, ഈ ഒരു സൈഡ്, ഭൂമിയുടെ ഈ ഒരു സൈഡിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ, ഈ ഒരു സൈഡിലാണ് സൺ നിൽക്കുന്നതെങ്കിൽ ഈ സൈഡ് മൊത്തം ഇത് സോളാർ ഇൻസുലേഷൻസ് റിസീവ് ചെയ്യും. അപ്പോൾ ഈ സൈഡ് മൊത്തം നമുക്ക് ഡേ ആയിട്ട് ഫീൽ ചെയ്യും. എന്നാൽ ഓപ്പോസിറ്റ് സൈഡ് എന്തായിട്ടായിരിക്കും ഫീൽ ചെയ്യുക? നൈറ്റ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. അപ്പോൾ സൺറൈസ് സൺസെറ്റ് ഡേ ആൻഡ് നൈറ്റ് ഇതുണ്ടാകുന്നത് ഭൂമി സ്പെറിക്കൽ ആയതുകൊണ്ടും, അത് മാത്രമല്ല ഭൂമി സ്പെറിക്കലായ മാത്രം ആവില്ല, ഭൂമി സ്പെറിക്കൽ ആയതുകൊണ്ടും അതുപോലെ തന്നെ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടും കൂടെയാണ്. അപ്പോൾ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, എന്നാൽ ക്യൂബോയിഡ് ആണെങ്കിൽ ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവില്ലേ? ക്യൂബോയിഡ് ആണെങ്കിൽ ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവും, പക്ഷേ ഒരു ക്യൂബിൻ്റെ മുകൾ ഭാഗത്ത് എല്ലാ സ്ഥലത്തും എന്ത് എത്തണം എന്നില്ല, സൂര്യപ്രകാശം എത്തണം എന്നില്ല. ഇതിപ്പോൾ ക്യൂബോയിഡ് ആണെങ്കിൽ ഇവിടെ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ ഇവിടെ വരെ എത്തത്തുള്ളൂ. ഓക്കെ, ഈ മുകളിൽ ഫുൾ എന്തായിരിക്കും? നൈറ്റ് ആയിരിക്കും. ഇവിടെ ഡേ ആൻഡ് നൈറ്റ് മാറി മാറി ഉണ്ടാവണം എന്ന് ഇല്ല. അപ്പോൾ അതാണ് പറയുന്നത്, ഈ ഒരു ഷേപ്പിൽ നമുക്ക്, അതായത് സ്പെറിക്കൽ ഷേപ്പിൽ, അതുപോലെ തന്നെ റൊട്ടേഷൻ എന്നുള്ള സംഭവം നടക്കുന്നത് കൊണ്ടും നമുക്ക് ഭൂമിയിൽ ഡേ ആൻഡ് നൈറ്റ് അനുഭവപ്പെടും. ഇനി അടുത്ത എവിഡൻസ് ആണ് ലൂണാർ എക്ലിപ്സ്. എന്താണ് ലൂണാർ എക്ലിപ്സ്? ചന്ദ്രഗ്രഹണം എന്ന് പറയും. അപ്പോൾ ചന്ദ്രഗ്രഹണം ഉണ്ടാവുമ്പോൾ നമ്മുടെ സൂര്യൻ, സൺ, എർത്ത്, മൂൺ പൊസിഷൻ എന്താണ് എന്ന് നോക്കാം. ഇവിടെയായിരിക്കും മൂൺ നിൽക്കുന്നത്, ഇവിടെയായിരിക്കും എർത്ത് നിൽക്കുന്നത്, ഇവിടെയായിരിക്കും സൺ നിൽക്കുന്നത്. ആക്ച്വലി സണ്ണിൻ്റെ ലൈറ്റ് കൊണ്ടാണ് മൂണിൽ ലൈറ്റ് ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ
ഈ ലൂണാർ എക്ലിപ്സിൻ്റെ സമയത്ത് മൂണിൽ കാസ്റ്റ് ചെയ്യുന്ന ഷാഡോ എന്ന് പറയുന്നത് എർത്തിൻ്റെ ആയിരിക്കും. ഈ ഒരു പൊസിഷനിൽ വരുമ്പോഴാണ് ലൂണാർ എക്ലിപ്സ് ഉണ്ടാവുക. അപ്പം ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണിൻ്റെയും മൂണിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആര് വരണം? എർത്ത് വരണം. ഓക്കെ, അപ്പോൾ എർത്തിൻ്റെ ഷാഡോ ആരുടെ മുകളിൽ കാസ്റ്റ് ചെയ്യപ്പെടും? മൂണിൻ്റെ മുകളിൽ കാസ്റ്റ് ചെയ്യപ്പെടും. ആ ഒരു പിക്ചറാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാം ഇതിൽ മൂണിൻ്റെ മേളിൽ എർത്തിൻ്റെ ഷാഡോ കാസ്റ്റ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ ഈ എർത്തിൻ്റെ ഷാഡോ കാസ്റ്റ് ചെയ്യുന്നത് ഒരു സർക്കുലാർ രീതിയിലാണ്. അപ്പോൾ ഒരു സർക്കിളായിട്ടാണ് ഇവിടെ എർത്തിൻ്റെ ഷാഡോ കാസ്റ്റ് ചെയ്തേക്കുന്നത്. സർക്കിളായിട്ടുള്ള ഷാഡോ ആരാണ് കാസ്റ്റ് ചെയ്യുന്നത്? സ്പെറിക്കൽ ബോഡീസ് ആണ് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എർത്ത് ഒരു സ്പെറിക്കൽ ബോഡി ആയതുകൊണ്ടാണ് അതിൻ്റെ ഷാഡോ ഒരു സർക്കുലാർ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ സർക്കിളായിട്ട് ഒരു സർക്കുലാർ രീതിയിൽ ഇവിടെ ഷാഡോ കാസ്റ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത എവിഡൻസ് ആണ് ഓൾ പ്ലാനറ്ററി ബോഡീസ് ആർ സ്പെറിക്കൽ. നമുക്കറിയാം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സ്പീഷീസ് ആണ്. എല്ലാ മനുഷ്യന്മാരും ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത്. 2 കൈകളുണ്ട്, 2 കാലുകളുണ്ട്, 2 കണ്ണുകളുണ്ട്, മൂക്ക്, ചുണ്ട്, അല്ലേ? ഏകദേശം ഒരു ഷേപ്പ്. അല്ലെങ്കിൽ എല്ലാ ടൈഗേഴ്സും ഒരുപോലെയാണ് ഇരിക്കുന്നത് ഏകദേശം. അല്ലെങ്കിൽ സ്പൈഡേഴ്സ് ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓരോ ജീവിഗണങ്ങളും ഒരേപോലെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പ്ലാനറ്റ്സ് എന്ന കാറ്റഗറിയിൽ വരുന്ന എല്ലാ വസ്തുക്കളും സ്പെറിക്കലാണ്. അപ്പോൾ മറ്റ് പ്ലാനറ്റ്സ്, അതായത് മാർസ്, ജൂപ്പിറ്റർ പോലെയുള്ള മറ്റ് പ്ലാനറ്റ്സ് എല്ലാം സ്പെറിക്കലാണെങ്കിൽ ഓഫ് കോഴ്സ് എർത്തും എന്താവാം? സ്പെറിക്കൽ ആവാവുന്നതാണ്. ഓക്കെ, ഇനി 7ാമത്തെ പോയിന്റ് ആണ് ഡ്രൈവിംഗ് പോൾസ് ഓൺ ലെവൽ ഗ്രൗണ്ട്. അപ്പോൾ എന്താണ് ഡ്രൈവിംഗ് പോൾസ് ഓൺ ലെവൽ ഗ്രൗണ്ട് ഓൺ എ കർവ്ഡ് എർത്ത്? അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഒരേ നീളത്തിലുള്ള 3 റോഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരേ നീളത്തിലുള്ള 3 റോഡുകൾ എന്ന് പറഞ്ഞാൽ 3 കോലുകൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ 3 റോഡ്സ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് പോൾസ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് ഒരുപോലെ ആയിരിക്കണം. പക്ഷേ നിങ്ങൾ ഒരു ഡിസ്റ്റൻറ്റ് ഹൊറിസോണിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് സാധാരണഗതിയിൽ തോന്നുക നടുക്കുള്ള ആൾക്ക് ഉയരം കൂടുതലുള്ളതായിട്ടാണ്. എന്തുകൊണ്ട്? ഓക്കെ, അപ്പോൾ ഒരു ലെവൽ ഗ്രൗണ്ടിൽ ശ്രദ്ധിച്ചേക്കണം, ഒരു ലെവൽ ഗ്രൗണ്ടിൽ നമ്മൾ 3 വുഡൻ പോൾസ്, ഒരേ ഉയരത്തിലുള്ള 3 വുഡൻ പോൾസ്, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇത് 2 മീറ്റർ, ഇത് 2 മീറ്റർ, ഇത് 2 മീറ്റർ ഉയരത്തിലുള്ള വുഡൻ പോൾസ് വെച്ചിട്ടുണ്ടെങ്കിൽ അകലെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും നടുക്കുള്ള ആൾക്ക് ഹൈറ്റ് കൂടുതലുള്ളതായിട്ട്. എന്തുകൊണ്ട്? കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഭൂമിയുടെ സർഫസ് കേർവ്ഡ് ആണ്. അപ്പം നടുക്ക് വെച്ചിരിക്കുന്ന ആൾക്ക് കുറച്ച് ഉയരം കൂടുതലുള്ളതായിട്ട് നമുക്ക് തോന്നും. അതായത് ഇയാളും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇയാളും 2 മീറ്റർ ആയിരിക്കും. സെൻറ്റിമീറ്റർ അല്ല കേട്ടോ, മീറ്റർ. ഇയാളും 2 മീറ്റർ ആയിരിക്കും. പക്ഷേ ഇവർക്കെല്ലാവർക്കും ഒരേ ഹൈറ്റ് ആണെങ്കിലും ഭൂമിയുടെ സർഫസ്, എർത്തിൻ്റെ സർഫസിന് ബൾജ് ഉള്ളത് കൊണ്ട് മിഡിലിൽ നിൽക്കുന്ന ആൾക്ക് ഉയരം കൂടുതലുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഓക്കെ, അതാണ് ഡ്രൈവിംഗ് പോൾസ് ഓൺ ലെവൽ ഗ്രൗണ്ട് ഓൺ എ കർവ്ഡ് എർത്ത് എന്ന് പറയുന്നത്. ഫൈനലി ഏരിയൽ ഫോട്ടോഗ്രാഫ്സ്. നമുക്കറിയാം ഇപ്പോഴത്തെ തെളിവുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡിജിറ്റൽ തെളിവുകൾ, അല്ലേ? ഫോട്ടോഗ്രാഫീസ് നമ്മൾ തെളിവായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഏരിയൽ ഫോട്ടോഗ്രാഫ്സിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാസ, ISRO പോലെയുള്ള നമ്മുടെ ബഹിരാകാശ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ സ്പേസ് ഓർഗനൈസേഷൻസ്, ISRO, നാസ പോലെയുള്ള സ്പേസ് ഓർഗനൈസേഷൻസ് എടുക്കുന്ന ഏരിയൽ ഫോട്ടോഗ്രാഫ്സിൽ എർത്ത് കാണുന്നത് ബ്ലൂ കളറിലുള്ള സ്പെറിക്കൽ ബോഡി ആയിട്ടാണ്. അപ്പോൾ ആ ഏരിയൽ ഫോട്ടോഗ്രാഫ് കാണിക്കുന്നത് എർത്ത് ഒരു സ്പെറിക്കൽ ബോഡിയാണെന്നാണ്. ആ ഫോട്ടോസിലെല്ലാം നമ്മൾ കാണുന്നത് അതൊരു സ്പെറിക്കൽ ബോഡി ആയിട്ടാണ്. ബ്ലൂ കളർ വരാനുള്ള കാരണം എന്താണ്? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? പ്രസൻസ് ഓഫ് വാട്ടർ ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട എവിഡൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ എർത്തിൻ്റെ സ്പെറിസിറ്റിക്ക് എവിഡൻസസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് എവിഡൻസ് സർക്കംനാവിഗേഷൻ ഓഫ് ദി എർത്ത് ബൈ മെഗലൻ. രണ്ടാമത്തത് സർക്കുലാർ ഹൊറൈസോൺ. ഞാൻ പറഞ്ഞു സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുമ്പോൾ കടലിൽ താഴുന്നതായിട്ട് തോന്നും, ഉദിക്കുമ്പോൾ ഉദിച്ചുയരുന്നതായിട്ടാണ് തോന്നുന്നത്. സർക്കുലാർ ഹൊറൈസോൺ അല്ലെങ്കിൽ ചക്രവാളം എന്ന് പറയുന്നു. പിന്നെ ഷിപ്സ് വിസിബിലിറ്റി,
ഞാൻ പറഞ്ഞു ഷിപ്പിൻ്റെ വിസിബിലിറ്റി. നമ്മൾ കടൽ തീരത്ത് നിന്ന് ഒരു ഷിപ്പ് വരുന്നത് നോക്കിക്കൊണ്ടിരുന്നാൽ അകലെ നിൽക്കുമ്പോൾ ഷിപ്പിൻ്റെ മാസ്റ്റ് അല്ലെങ്കിൽ ടോപ്പ് പോർഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഷിപ്പ് നിങ്ങളിലോട്ട് അടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഹള്ള് വിസിബിൾ ആവുക. ദെൻ സൺറൈസ് ആൻഡ് സൺസെറ്റ് അല്ലെങ്കിൽ ഡേ ആൻഡ് നൈറ്റ്. ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് എർത്ത് സ്പെറിക്കൽ ആയതുകൊണ്ടും അതോടൊപ്പം തന്നെ അത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടുമാണ്. ദെൻ അടുത്തതാണ് ലൂണാർ എക്ലിപ്സ്, ചന്ദ്രഗ്രഹണം. അപ്പോൾ ചന്ദ്രഗ്രഹണത്തിൽ ആരുടെ ഷാഡോയാണ് ചന്ദ്രൻ്റെ മുകളിൽ വരുന്നത്? നമ്മുടെ സൂര്യൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഭൂമി നിൽക്കുന്നുണ്ട്. ഭൂമിയുടെ ഷാഡോയാണ് നമ്മുടെ മൂണിൽ കാസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആ ഷാഡോ സർക്കുലർ ആയിട്ടാണ്. അപ്പോൾ അത് കാണിക്കുന്നത് അതൊരു സ്പെറിക്കൽ ബോഡിയാണ് എന്നാണ്. ദെൻ പ്ലാനറ്ററി ബോഡീസ് എല്ലാം സ്പെറിക്കലാണ്. ഇപ്പോൾ ഏരിയൽ ഫോട്ടോഗ്രാഫിൽ ജുപ്പിറ്ററും മാർസൊക്കെ എന്താണ് സ്പെറിക്കൽ ബോഡിയാണ്. അങ്ങനെയെങ്കിൽ എർത്തും സ്പെറിക്കൽ ബോഡിയാണ്. ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ഫോട്ടോഗ്രാഫ്സിൽ എസ്പെഷ്യലി നമ്മുടെ നാസ, ISRO പോലുള്ള ഓർഗനൈസേഷൻ്റെ ഫോട്ടോസിൽ എർത്ത് എന്ന് പറയുന്നത് സ്പെറിക്കൽ ബോഡിയാണ്. ഇനി ഡ്രൈവിംഗ് പോൾസ് ഓൺ ലെവൽ ഗ്രൗണ്ട്, 3 ഡ്രൈവിംഗ് പോൾസ്, ഒരേ ഉയരത്തിലുള്ള ഡ്രൈവിംഗ് പോൾസ് നമ്മളൊരു ലെവൽ ഗ്രൗണ്ടിൽ വെച്ച് നോക്കിയാലും നടുക്കിരിക്കുന്ന ആൾക്ക് ഉയരം കൂടുതലുള്ളതായിട്ട് അനുഭവപ്പെടും. അതിന് കാരണം എർത്തിൻ്റെ കർവ്ഡ് സർഫസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അതിനുശേഷം വീഡിയോ വീണ്ടും ഓൺ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കിയേ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ക്യാൻ ബി ദ പ്രൂഫ് ഫോർ എർത്ത് സ്പെറിസിറ്റി? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സൺറൈസ് ആൻഡ് സൺസെറ്റ്. രണ്ടാമത്തത് വിസിബിലിറ്റി ഓഫ് ഷിപ്പ് മാച്ച് ബിഫോർ ദി ഹൾ വെൻ യു ആർ ഇൻ ഡിസ്റ്റന്റ് ഹൊറൈസോൺ. തേർഡ് ലൂണാർ എക്ലിപ്സ്. ഫോർത്ത് സർക്കുലാർ ഹൊറൈസോൺ. ഇപ്പോൾ ഓപ്ഷൻ എ 1 and 2 only, ഓപ്ഷൻ ബി 1, 2 and 3, ഓപ്ഷൻ സി 2 and 3, ഡി ഓൾ ഓഫ് ദി എബോവ്. ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരിക? വീഡിയോ പോസ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. സൺറൈസ് ആൻഡ് സൺസെറ്റ് എവിഡൻസ് ആണ് അല്ലേ? വിസിബിലിറ്റി ഓഫ് ഷിപ്പ് മാസ് ബിഫോർ ദി ഹൾ വെൻ യു ആർ ഇൻ ഡിസ്റ്റന്റ് ഹൊറൈസോൺ, അതും ശരിയാണ്. ദെൻ ലൂണാർ എക്ലിപ്സ് കറക്റ്റ് ആണ്. ലൂണാർ എക്ലിപ്സ് വരുന്നുണ്ട്. സർക്കുലാർ ഹൊറൈസോൺ. അപ്പോൾ ആൻസർ വരിക ഓൾ ഓഫ് ദി എബവ്. ഡി ആണ് ആൻസർ, ഓൾ ഓഫ് ദി എബവ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ ഷേപ്പ് ഓഫ് ദി എർത്ത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ എവിഡൻസും ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആക്സിസ് ഓഫ് എർത്ത് ആണ്. അപ്പോൾ എർത്തിൻ്റെ ആക്സിസ് അതുപോലെ തന്നെ എർത്തിൻ്റെ ആക്സിയൽ ടിൽറ്റ് എത്രയാണ്? അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. എർത്തിന് എത്ര ഡിഗ്രി ടിൽറ്റ് ഉണ്ട്? കുറച്ച് പേര് പറയും എർത്തിന് 23.5 ഡിഗ്രി ടിൽറ്റ് ഉണ്ട്. കുറച്ച് പേര് പറയും 66.5 ഡിഗ്രി ടിൽറ്റ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. രണ്ട് ആൻസറും ശരിയാണ്. എർത്തിന് 23.5 ഡിഗ്രി ടിൽറ്റും ഉണ്ട്. എർത്തിന് 66.5 ഡിഗ്രി ടിൽറ്റുമുണ്ട്. വിത്ത് റെസ്പെക്ട് ടു വാട്ട് എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ രണ്ട് ഉത്തരവും ശരിയാവുന്നത്. എർത്ത് സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നതായിട്ട് നമുക്കറിയാം അല്ലേ? അപ്പോൾ അത് ഒന്ന് മനസ്സിലിരിക്കണം. എർത്ത് സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു. അതുപോലെ എർത്ത് സ്വന്തം ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. എർത്ത് സ്വയം കറങ്ങുന്നത് റൊട്ടേഷൻ, എർത്ത് സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പരിക്രമണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ആക്സിസ് എന്ന് പറഞ്ഞാൽ? ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും ആക്സിസ് എന്ന് പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഇമാജിനറി ലൈനാണ്. അപ്പോൾ എർത്തിൻ്റെ ആക്സിസ് എന്നത് എന്താണ്? എർത്തിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഇമാജിനറി ലൈനെയാണ് എർത്തിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പം ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും സെൻറ്ററിലൂടെ, കേന്ദ്രബിന്ദുവിലൂടെ കടന്നു പോകുന്ന ഇമാജിനറി ലൈനെയാണ് ആക്സിസ് എന്ന് പറയുന്നത്. എർത്തിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഏതൊരു ഇമാജിനറി ലൈനും എർത്തിൻ്റെ ആക്സിസ് ആണ് എന്ന് വേണം പറയാൻ. ഇനി എർത്തിന് രണ്ട് ആക്സിസുകളുണ്ട് ശരിക്കും. അതായത് ഞാൻ പറഞ്ഞു എർത്ത് സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു. എർത്ത് സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് ഒരു ഓർബിറ്റിലാണ്. ആ ഓർബിറ്റ് ഇരിക്കുന്ന
പ്ലെയിൻ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. അതായത് എർത്ത്, എൻ്റെ കൈ എർത്താണെങ്കിൽ എർത്ത് സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു. ആ റിവോൾവ് ചെയ്യുന്നത് ഒരു ഓർബിറ്റിലൂടെയാണ്. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. ഇത് എർത്താണ് ഇത് സൂര്യനാണ് എന്നുണ്ടെങ്കിൽ ഈ സൂര്യന് ചുറ്റും എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? എർത്ത് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഈ റിവോൾവ് ചെയ്യുന്നത് ഒരു പ്ലെയിനിലാണ്. ഇതാണ് പ്ലെയിനെങ്കിൽ ആ പ്ലെയിനിൽ ഇരുന്നു കൊണ്ടാണ് എർത്ത് എന്ത് ചെയ്യുന്നത്? റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്ലെയിനെ നമ്മൾ ഓർബിറ്റൽ പ്ലെയിൻ എന്ന് വിളിക്കും. ആ പ്ലെയിനെ എന്ത് വിളിക്കും? ഓർബിറ്റൽ പ്ലെയിൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ എർത്ത് റിവോൾവ് ചെയ്യുന്ന പ്ലെയിനാണ് ഓർബിറ്റൽ പ്ലെയിൻ. ഓക്കെ, ഓർബിറ്റൽ പ്ലെയിൻ. എർത്ത് റിവോൾവ് ചെയ്യുന്ന പ്ലെയിനെ നമ്മൾ ഓർബിറ്റൽ പ്ലെയിൻ എന്നാണ് വിളിക്കുന്നത്. ഈ ഓർബിറ്റൽ പ്ലെയിന് പെർപെൻഡിക്കുലറായി എർത്തിനുള്ളിലൂടെ കടന്നു പോകുന്ന ഇമാജിനറി ലൈനാണ് എർത്തിൻ്റെ ഓർബിറ്റൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ഡോട്ടഡ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഓർബിറ്റൽ ആക്സിസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഓർബിറ്റൽ ആക്സിസ്. ക്ലിയർ ആണോ? അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. എർത്ത് സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു. ആ റിവോൾവ് ചെയ്യുന്നത് ഓർബിറ്റിലൂടെയാണ്. ആ ഓർബിറ്റ് ഇരിക്കുന്ന പ്ലെയിനാണ് ഓർബിറ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ ഓർബിറ്റൽ പ്ലെയിൻ എന്ന് വിചാരിക്കുക. എർത്ത് റിവോൾവ് ചെയ്യുന്ന പ്ലെയിൻ, അതാണ് ഓർബിറ്റൽ പ്ലെയിൻ. അപ്പോൾ ഇതാണ് ഓർബിറ്റൽ പ്ലെയിൻ. ഇത് ഓർബിറ്റൽ പ്ലെയിൻ ആണെങ്കിൽ ഈ ഓർബിറ്റൽ പ്ലെയിന് പെർപെൻഡിക്കുലറായി എർത്തിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ആക്സിസ് ആണ്. ഓക്കെ, എർത്തിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഇമാജിനറി ലൈനെയാണ് നമ്മൾ ഓർബിറ്റൽ ആക്സിസ് എന്ന് പറയും. എന്ത് വിളിക്കും? ഓർബിറ്റൽ ആക്സിസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ തന്നെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എർത്ത് ഇങ്ങനെ നേരെയാണോ റൊട്ടേറ്റ് ചെയ്യുന്നത്? അതായത് എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എർത്ത് ഇങ്ങനെ നേരെയാണോ റൊട്ടേറ്റ് ചെയ്യുന്നത്? അല്ല, എർത്ത് നേരെയല്ല റൊട്ടേറ്റ് ചെയ്യുന്നത്. എർത്ത് ചെറിയൊരു ടിൽറ്റോട് കൂടിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. എർത്ത് ചെറിയൊരു ടിൽറ്റോട് കൂടിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ചരിഞ്ഞാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ചരിഞ്ഞാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഒരു ടിൽറ്റോട് കൂടിയാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ എർത്തിൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്ന പ്ലെയിനെയാണ് എർത്തിൻ്റെ റൊട്ടേഷണൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ എർത്തിൻ്റെ റൊട്ടേഷണൽ പ്ലെയിൻ വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. കാരണം എർത്ത് ചരിഞ്ഞാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എർത്തിൻ്റെ റൊട്ടേഷണൽ പ്ലെയിൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇതാണ് എർത്തിൻ്റെ റൊട്ടേഷണൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ എർത്തിൻ്റെ റൊട്ടേഷണൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് എർത്തിനുള്ളിലൂടെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ റൊട്ടേഷണൽ ആക്സിസ് എന്ന് വിളിക്കും. ക്ലിയർ ആണോ? അപ്പോൾ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് ചെറിയൊരു ടിൽറ്റോട് കൂടിയാണ്, ചെറിയൊരു ചരിവോട് കൂടെ. ആ ചരിവിനനുസൃതമായി ഒരു പ്ലെയിൻ വരച്ചാൽ അതിനെ നമ്മൾ റൊട്ടേഷണൽ പ്ലെയിൻ എന്ന് വിളിക്കും. ആ റൊട്ടേഷണൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഇമാജിനറി ലൈൻ എർത്തിൻ്റെ സെൻറ്ററിലൂടെ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ റൊട്ടേഷണൽ ആക്സിസ് എന്നാണ് വിളിക്കുക. അപ്പോൾ എർത്തിന് ഒരു ഓർബിറ്റൽ ആക്സിസും ഉണ്ട്, എർത്തിന് ഒരു റൊട്ടേഷണൽ ആക്സിസും ഉണ്ട്. ഓർബിറ്റൽ പ്ലെയിൻ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ആക്സിയൽ ലൈനാണ് ഓർബിറ്റൽ ആക്സിസ്. റൊട്ടേഷണൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ഇമാജിനറി ലൈനാണ് റൊട്ടേഷണൽ ആക്സിസ്. ഇനി ടിൽറ്റ് ആണ് പറയാൻ പോകുന്നത്. എർത്തിൻ്റെ ടിൽറ്റ്. എർത്തിന് എത്ര ഡിഗ്രി ടിൽറ്റ് ഉണ്ട്? എർത്തിൻ്റെ ഓർബിറ്റൽ ആക്സിസും റൊട്ടേഷണൽ ആക്സിസും തമ്മിലുണ്ടാക്കുന്ന ടിൽറ്റാണ് 23.5 ഡിഗ്രി ടിൽറ്റ്. അപ്പോൾ എർത്തിൻ്റെ റൊട്ടേഷണൽ ആക്സിസും എർത്തിൻ്റെ ഓർബിറ്റൽ ആക്സിസും തമ്മിലുള്ള ടിൽറ്റാണ് 23.5 ഡിഗ്രി ടിൽറ്റ് എന്ന് പറയുന്നത്. ഇനി എർത്തിൻ്റെ റൊട്ടേഷണൽ ആക്സിസും ഈ ഓർബിറ്റൽ പ്ലെയിൻ പാരലൽ ആയിട്ട് ഞാൻ മുകളിലോട്ട് വരയ്ക്കുകയാണ്. ഓർബിറ്റൽ ആക്സിസും എർത്തിൻ്റെ ഓർബിറ്റൽ പ്ലെയിൻ. ഇപ്പോൾ എർത്തിൻ്റെ റൊട്ടേഷണൽ ആക്സിസും ഓർബിറ്റൽ പ്ലെയിനും കൂടെ ഉണ്ടാക്കുന്ന
ആംഗിൾ ആണ് 66.5 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് എർത്തിൻ്റെ റൊട്ടേഷണൽ ആക്സിസും അതുപോലെ തന്നെ ഓർബിറ്റൽ ആക്സിസും ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത് 23.5 ഡിഗ്രി ആംഗിൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം എർത്തിൻ്റെ ഓർബിറ്റൽ ആക്സിസും റൊട്ടേഷണൽ ആക്സിസും കൂടി ഉണ്ടാക്കുന്ന ടിൽറ്റാണ് 23.5 ഡിഗ്രി. ഇനി എർത്തിൻ്റെ റൊട്ടേഷണൽ ആക്സിസ് തന്നെ. ഓക്കെ, എർത്തിൻ്റെ റൊട്ടേഷണൽ ആക്സിസും അതുപോലെ തന്നെ ഓർബിറ്റൽ പ്ലെയിനും ഉണ്ടാക്കുന്ന ആക്സിസ് ആണ് 66 ഉണ്ടാക്കുന്ന ടിൽറ്റാണ് 66.5 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? അപ്പോൾ റൊട്ടേഷണൽ ആക്സിസും ഓർബിറ്റൽ ആക്സിസും തമ്മിലുള്ള ചെരിവ് അതാണ് 23.5 ഡിഗ്രി. റൊട്ടേഷണൽ ആക്സിസും ഓർബിറ്റൽ പ്ലെയിനും കൂടെ ഉണ്ടാക്കുന്ന ടിൽറ്റാണ് എന്ത് 66.5 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ എർത്തിൻ്റെ ടിൽറ്റ് എത്രയാണ് എന്ന് ചോദിച്ചാൽ വിത്ത് റെസ്പെക്ട് ടു ഓർബിറ്റൽ ആക്സിസ് ഇറ്റ് ഈസ് 23.5. വിത്ത് റെസ്പെക്ട് ടു ഓർബിറ്റൽ പ്ലെയിൻ ഇറ്റ് ഈസ് 66.5. അങ്ങനെ വേണം പറയാനായിട്ട്. വിത്ത് റെസ്പെക്ട് ടു ഓർബിറ്റൽ ആക്സിസ് ഇറ്റ് ഈസ് 23.5. വിത്ത് റെസ്പെക്ട് ടു ഓർബിറ്റൽ പ്ലെയിൻ ഇറ്റ് ഈസ് 66.5. അതാണ് അവരുടെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിസ് എന്താണ് എന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതുപോലെ എർത്തിൻ്റെ ടിൽറ്റ് 23.5 എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എർത്തിൻ്റെ ടിൽറ്റ് 66.5 എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഇത് രണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് മൂവ്മെൻറ്റ്സ് ഓഫ് എർത്ത് ആണ്. അപ്പോൾ എർത്തിൻ്റെ മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? എർത്തിന് 2 തരം മൂവ്മെൻറ്റ്സ് ആണുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എർത്ത് അതിൻ്റെ ആക്സിസിൽ സ്വയം കറങ്ങുന്നതിനെയാണ് റൊട്ടേഷൻ എന്ന് പറയുന്നു. എന്ത് പറയുന്നു? റൊട്ടേഷൻ. ഇപ്പോൾ എർത്തിൻ്റെ ഫസ്റ്റ് മൂവ്മെൻറ്റ് റൊട്ടേഷൻ ആണ്. റൊട്ടേഷൻ. സെക്കൻഡ് മൂവ്മെൻറ്റ് എർത്ത് സണ്ണിന് ചുറ്റും എന്ത് ചെയ്യുന്നു? റിവോൾവ് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത് റെവല്യൂഷൻ. അപ്പോൾ എർത്തിന് 2 തരം മൂവ്മെന്റ്സ് ആണുള്ളത്. ഒന്ന് എർത്ത് സ്വയം അതിൻ്റെ ആക്സിസിൽ കറങ്ങുന്നു, അത് റൊട്ടേഷൻ. എർത്ത് സണ്ണിന് ചുറ്റും എന്ത് ചെയ്യുന്നു? സണ്ണിന് ചുറ്റും പരിക്രമണം ചെയ്യുന്നു, അതിനെ നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ എന്താണ് റൊട്ടേഷൻ? റൊട്ടേഷൻ ഓഫ് എർത്ത് അറൌണ്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്, അത് അതിൻ്റെ ആക്സിസിൽ തന്നെ സ്വയം കറങ്ങുന്നു, അതിനെയാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഏത് സൈഡിൽ നിന്ന് ഏത് സൈഡിലോട്ടാണ്? എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ്. ഇങ്ങനെയാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളും വെസ്റ്റ് ടു ഈസ്റ്റ് ആണോ കറങ്ങുന്നത്? ഈസ്റ്റ് ടു വെസ്റ്റ് കറങ്ങുന്ന ഗ്രഹങ്ങളുണ്ടോ? ഉണ്ട്. ഈസ്റ്റ് ടു വെസ്റ്റ് കറങ്ങുന്ന ഗ്രഹങ്ങളുണ്ട്. ഈസ്റ്റ് ടു വെസ്റ്റ് കറങ്ങുന്ന പ്ലാനറ്റ്സ് ആണ് യുറാനസ് ആൻഡ് വീനസ്. യുറാനസ് ആൻഡ് വീനസ് റൊട്ടേറ്റ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. ഇപ്പോൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് അതിൻ്റെ സ്വന്തം ആക്സിസിൽ കറങ്ങുന്നതിനെയാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. എർത്തിൻ്റെ റൊട്ടേഷൻ്റെ ഡയറക്ഷൻ വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. ഈസ്റ്റ് ടു വെസ്റ്റ് കറങ്ങുന്ന പ്ലാനറ്റ്സ് ഉണ്ട്, അതാണ് യുറാനസും വീനസും. ഇനി റൊട്ടേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് റൊട്ടേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? എർത്തിൻ്റെ റൊട്ടേഷൻ്റെ സിഗ്നിഫിക്കൻസ്, എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുന്നത്. എർത്ത് റൊട്ടേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഡേ ആൻഡ് നൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഡേ ആൻഡ് നൈറ്റ് ഫീൽ ചെയ്യുന്നത് റൊട്ടേഷനും കൊണ്ടാണ്. അടുത്തത് ഓഷ്യൻ കറൻസ് ആൻഡ് വിൻഡ്സ്. അപ്പോൾ എന്താണ് ഓഷ്യൻ കറണ്ട് എന്ന് പറഞ്ഞാൽ സമുദ്രത്തിനടിയിലൂടെ പോകുന്ന ഒരു റിവർ ലൈക്ക് ഫ്ലോ ഓഫ് വാട്ടർ ആണ് ഓഷ്യൻ കറൻസ് എന്ന് പറയുന്നത്. അതായത് സമുദ്രത്തിനടിയിലൂടെ ഓഷ്യനടിയിലൂടെ ഒരു റിവർ പോലെ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് വാട്ടർ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്, അതാണ് ഓഷ്യൻ കറൻസ്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം വേവ്സ്. അത് വേവ്സ് അല്ല, വേവ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് മൂവിങ്
അണ്ടർ ദി സീ, സീയുടെ താഴേക്കൂടെയാണ് ഇത് പോകുന്നത്. ഇറ്റ് മൂവ്സ് അണ്ടർ ദി സീ. ഓക്കെ, ഇനി ഈ ഓഷ്യൻ കറൻസിൻ്റെ ഡയറക്ഷനെയാണ് റൊട്ടേഷൻ എഫക്റ്റ് ചെയ്യുന്നത്. റൊട്ടേഷന് ഓഷ്യൻ കറൻസിൻ്റെ ഡയറക്ഷനെ എഫക്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ വിൻഡിൻ്റെ ഡയറക്ഷനെയും എർത്തിൻ്റെ റൊട്ടേഷന് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ വിൻഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ക്ലൈമറ്റോളജിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പോൾ നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കുക, ഓഷ്യൻ കറൻസിൻ്റെയും വിൻഡിൻ്റെയും ഡയറക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ റൊട്ടേഷന് സാധിക്കും. ഇനി ഡൈവേഴ്സ് ക്ലൈമാറ്റിക് ഫിനോമിന ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത് നമ്മുടെ സൂര്യപ്രകാശം കിട്ടുന്നത് നമുക്ക് മോർണിംഗ് ടൈമിലാണ്, നൈറ്റിൽ സൂര്യപ്രകാശം കിട്ടുന്നില്ല. അതനുസരിച്ച് നമ്മുടെ വേൾഡിൽ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് നടക്കുന്നുണ്ട്. മോർണിംഗ് ടൈമിൽ ഭൂമി ചൂടാകുന്നു, നൈറ്റ് ആകുമ്പോൾ ഭൂമി തണുക്കുന്നു. കാരണം സോളാർ ഇൻസുലേഷൻസ് ഇല്ലാത്തത് കൊണ്ട് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഭൂമിയിൽ വെതർ ചേഞ്ച് ഉണ്ടാവും. പകൽ ഭയങ്കര ചൂടും രാത്രി തണുപ്പും ആയിരിക്കും. അപ്പോൾ എർത്തിൻ്റെ റൊട്ടേഷനും കൊണ്ട് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുന്നു. ആ ഡേ ആൻഡ് നൈറ്റും കൊണ്ട് തന്നെ ഡൈവേഴ്സ് ക്ലൈമറ്റ് ഓർ വെതർ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നു. അതാണ് മൂന്നാമത്തെ പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്തത് എവർഗ്രീനിങ് ഓഫ് എർത്ത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഭൂമി റൊട്ടേഷൻ നിർത്തിക്കഴിഞ്ഞാൽ എർത്ത് അതിൻ്റെ റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്താൽ എർത്തിൻ്റെ ഒരു സൈഡ് മൊത്തം സോളാർ ഇൻസുലേഷൻസ് റിസീവ് ചെയ്യും, എർത്തിൻ്റെ മറ്റേ സൈഡ് മൊത്തം രാത്രിയായിരിക്കും. അപ്പോൾ സോളാർ ഇൻസുലേഷൻസ് റിസീവ് ചെയ്യുന്ന ഭാഗത്ത് വളരെ ചൂട് കൂടുകയും ആ ഭാഗത്ത് മൊത്തം കരിഞ്ഞു പോവുകയും ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അപ്പുറത്തെ സൈഡിൽ സോളാർ ഇൻസുലേഷൻസ് ഇല്ലാത്ത സ്ഥലത്ത് തണുത്തുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ എർത്ത് റൊട്ടേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭൂമിയിൽ ലൈഫ് നിലനിൽക്കത്തില്ല, എവർഗ്രീനിങ് ഉണ്ടാവത്തില്ല, ചെടികളൊന്നും ഉണ്ടാവത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. റൊട്ടേഷൻ ഉള്ളത് കൊണ്ടാണ് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നതും അങ്ങനെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് എവർഗ്രീനിങ് ഓഫ് എർത്ത് സാധ്യമാകുന്നത്. ഫൈനലി പറയുകയാണെങ്കിൽ ഡൗൺ ആൻഡ് ട്വിലൈറ്റ്. ഡൗൺ എന്ന് പറഞ്ഞാൽ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് ടൈം, ട്വിലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായാഹ്നം. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അതായത് ഏർലി മോർണിംഗിലും ലേറ്റ് ഈവനിങ്ങിലും, അതുപോലെ തന്നെ ലേറ്റ് ഈവനിങ്ങിലും ആകാശത്തിൻ്റെ നിറം, സ്കൈയുടെ നിറം നമ്മൾ ഓറഞ്ച് റെഡ് കളറിലാണ് കാണുന്നത്. അതിന് കാരണം എന്താ? എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്തോറും ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ, സൺറേസിൻ്റെ ഇൻക്ലിനേഷൻ ആംഗിൾ കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ സൺ നിൽക്കുന്നു, ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇവിടെ നിൽക്കുമ്പോൾ ഡയറക്റ്റ് സൺറേസ് ഇവർക്ക് അടിക്കും. എന്നാൽ ഈ പോയിന്റ് സണ്ണിൽ നിന്ന് മൂവ് ചെയ്യുന്തോറും ഇവിടേക്ക് അടിക്കുന്ന സോളാർ റേസ് ഇൻക്ലൈൻഡ് ആയിട്ടാണ് എത്തുക. അതായത് ഒരു പോയിന്റ് സൂര്യനിൽ നിന്ന് അകലും തോറും, റൊട്ടേറ്റ് ചെയ്ത് അകലും തോറും അങ്ങോട്ടേക്ക് സൂര്യപ്രകാശം അടിക്കുന്നത്, സോളാർ ഇൻസുലേഷൻസ് അടിക്കുന്നത് സ്ലാൻഡിങ് ആയിട്ടാണ്. അങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് സോളാർ ഇൻസുലേഷൻസ് അടിക്കുമ്പോൾ സോളാർ ഇൻസുലേഷൻസിന് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായി വരും. അങ്ങനെ ഒരുപാട് ദൂരം സോളാർ ഇൻസുലേഷൻസ് സഞ്ചരിക്കുകയാണെങ്കിൽ അതിൽ വേവ് ലെങ്ത് കൂടിയ കളറായ റെഡും ഓറഞ്ചും ആയിരിക്കും നമ്മൾക്ക് വിസിബിൾ ആവുക. അതുകൊണ്ടാണ് ഡൗൺലൈൻ ട്വിലൈറ്റിൻ്റെ ടൈമിൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നത്? നമുക്ക് സ്കൈക്ക് ഓറഞ്ച് റെഡ് കളറ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് സിഗ്നിഫിക്കൻസ് ഓഫ് റൊട്ടേഷൻ, ഡേ ആൻഡ് നൈറ്റ്, ഓഷ്യൻ കറൻസ് ആൻഡ് വിൻഡ്, ഡൈവേഴ്സ് ക്ലൈമാറ്റിക് ഫിനോമിന, എവർഗ്രീനിങ് ഓഫ് എർത്ത്, ഡൗൺ ആൻഡ് ട്വിലൈറ്റ്. ഇനി അടുത്തതാണ് അപ്പോൾ റൊട്ടേഷൻ്റെ ഒരു പിക്ചർ ഞാനിവിടെ കാണിച്ചേക്കുന്നതാണ്. എർത്ത് ടിൽറ്റഡ് ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് ടിൽറ്റഡ് ആക്സിസിലാണ്, ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ പിക്ചർ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മൂവ്മെൻ്റ് ആണ് റെവല്യൂഷൻ. എന്താണ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? എർത്തിൻ്റെ ഓർബിറ്റൽ മോഷനാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. എർത്ത് ഒരു ഓർബിറ്റിൽ സൂര്യന് ചുറ്റും കറങ്ങുന്നതിനെയാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. എർത്ത് ഓർബിറ്റൽ മോഷൻ അറൗണ്ട് ദി സൺ ഈസ് നോൺ ആസ്
റെവല്യൂഷൻ. അപ്പോൾ റെവല്യൂഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? റെവല്യൂഷന് മെയിനായിട്ട് 3 സിഗ്നിഫിക്കൻസ് ആണ് ഉള്ളത്. ഈ എർത്ത് സൂര്യന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ മാനറിലാണ് റിവോൾവ് ചെയ്യുന്നത്. സൂര്യൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ സൂര്യന് ചുറ്റും എർത്ത് റിവോൾവ് ചെയ്യുന്നത് ഒരു എലിപ്റ്റിക്കൽ മാനറിലാണ് എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് ഡേ ആൻഡ് നൈറ്റിൽ വേരിയേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ റെവല്യൂഷൻ്റെ ആദ്യത്തെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഡേ ആൻഡ് നൈറ്റിലെ ലെങ്ത്തിൽ വേരിയേഷൻ ഉണ്ടാവും. നമുക്കറിയാം സമ്മർ ടൈമിൽ ഡേ ടൈം കൂടുതലായിരിക്കും, വിൻ്ററിൽ ഡേ ടൈം കുറവായിരിക്കും. അതുപോലെ സമ്മർ ടൈമിൽ നൈറ്റ് ടൈം കുറവായിരിക്കും, വിൻ്റർ ടൈമിൽ നൈറ്റ് ടൈം കൂടുതലായിരിക്കും. അപ്പോൾ വേരിയേഷൻ ഇൻ ഡേ ആൻഡ് നൈറ്റ് കാരണം എന്ന് പറയുന്നത് റെവല്യൂഷനാണ്. അതുപോലെ തന്നെ ഇക്വിനോക്സും സോളിസ്റ്റൈസും. അപ്പോൾ എന്താണ് ഇക്വിനോക്സും സോളിസ്റ്റൈസും? എർത്തിൽ 4 സീസൺസ് ഉണ്ട്. അപ്പോൾ അല്ലേ, ആ 4 സീസൺസ് അതായത് എർത്തിലെ കാര്യമാണ് ടോട്ടലി നമ്മൾ പറഞ്ഞത് ജനറലി 4 സീസൺസ് ആണ്. സമ്മർ, വിൻ്റർ, ഓട്ടം, ഇക്വിനോക്സ്. ഇത്രയാണ് പ്രധാനപ്പെട്ട 4 സീസൺസ്: സമ്മർ, വിൻ്റർ, ഓട്ടം, ഇക്വിനോക്സ്. അതിൽ സമ്മറും വിൻ്ററും അതിന് നമ്മൾ സോളിസ്റ്റൈസ് എന്നാണ് പറയുക. കാരണം ഇവിടെ ഡേ ആൻഡ് നൈറ്റിൽ വേരിയേഷൻ വരുന്നത് കൊണ്ടാണ് നമ്മളിതിനെ സോളിസ്റ്റൈസ് എന്ന് പറയുന്നത്. സമ്മറും വിൻ്ററും നമ്മൾ സോളിസ്റ്റൈസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. റീസൺ ഡേ ആൻഡ് നൈറ്റിൽ വേരിയേഷൻ വരുന്നു. ഞാൻ പറഞ്ഞു സമ്മറിൽ ഡേ കൂടുന്നു, വിൻ്ററിൽ നൈറ്റ് കൂടുന്നു. ഇനി ഓട്ടത്തിലും ഇക്വിനോക്സിലും ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആണ്. ഓട്ടത്തിലും സ്പ്രിങ്ങിലും ഞാൻ എഴുതിയത് മാറിപ്പോയതാണ്. ഓട്ടത്തിലും സ്പ്രിങ്ങിലും ഇക്വിനോക്സ് ആണ് സംഭവിക്കുന്നത്. ഇക്വിനോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആണ്. ഓട്ടത്തിലും സ്പ്രിങ്ങിലും ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആണ്. അതിനെയാണ് ഇക്വിനോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് എന്ന അർത്ഥത്തിലാണ് ഇക്വിനോക്സ് എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭൂമി സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്നു, സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നതാണ് റെവല്യൂഷൻ. ഇപ്പോൾ റെവല്യൂഷൻ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, റിവോൾവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡേ ആൻഡ് നൈറ്റിൽ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഡേ ആൻഡ് നൈറ്റിൽ വേരിയേഷൻ ഉണ്ടാവുന്നതനുസരിച്ചിട്ടാണ് സീസൺസ് ഉണ്ടാവുക. 4 സീസൺസ് ആണ് ഉണ്ടാവുന്നത്: സമ്മർ, വിൻ്റർ, ഓട്ടം, സ്പ്രിങ്. അതിൽ സമ്മറിലും വിൻ്ററിലും ഡേ ആൻഡ് നൈറ്റിൽ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ സമ്മറിൽ ഡേ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. വിൻ്ററിൽ നൈറ്റ് ആയിരിക്കും കൂടുതൽ. ഓട്ടത്തിലും സ്പ്രിങ്ങിലും ആണെങ്കിൽ ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആയിരിക്കും. അപ്പോൾ സമ്മറിലും വിൻ്ററിലും ഡേയും നൈറ്റും വേരി ചെയ്യുന്നതുകൊണ്ട് നമ്മളതിനെ സോളിസ്റ്റൈസ് എന്ന് പറയും. ഇനി സ്പ്രിങ്ങിലും ഓട്ടത്തിലും ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആയതുകൊണ്ട് ആ ഒരു ടൈമിന് നമ്മൾ ഇക്വിനോക്സ് എന്ന് പറയും. ഇനി റെവല്യൂഷൻ അനുസരിച്ചിട്ടാണ് 4 സീസൺസ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു പോയിന്റും കൂടെ നോട്ട് ചെയ്യണം. റെവല്യൂഷൻ മാത്രം നടന്നാൽ സീസൺസ് ഉണ്ടാവില്ല. റെവല്യൂഷനൊപ്പം തന്നെ എർത്തിന് ടിൽറ്റ് ഉള്ളത് കൊണ്ടാണ് സീസൺസ് ഉണ്ടാകുന്നത്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതായത് റെവല്യൂഷൻ മാത്രം നടക്കുന്നത് കൊണ്ട് സീസൺസ് ഉണ്ടാവണം എന്നില്ല. റെവല്യൂഷൻ്റെ കൂടെ തന്നെ എർത്തിന് ടിൽറ്റ് ഉള്ളത് കൊണ്ടാണ് സീസൺസ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സമ്മർ സീസൺ എന്ന് പറയുന്നത് സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിനോട് ചേർന്ന് നിൽക്കുന്ന സമയത്താണ് സമ്മർ സീസൺ ഉണ്ടാവുക. അപ്പോൾ സമ്മർ സീസൺ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ എർത്തിൻ്റെ നോർത്ത് പോള് സൂര്യൻ്റെ സൈഡിലോട്ട് ടിൽറ്റഡ് ആണ്. നോർത്ത് പോൾ ഈസ് ടിൽറ്റഡ് ടുവേർഡ്സ് ദി സൺ. എന്നാൽ ഡിസംബറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർത്ത് പോൾ ഈസ് എവേ ഫ്രം ദി സൺ, എന്നാൽ സൗത്ത് പോള് ടിൽറ്റഡ് ടുവേർഡ്സ് ദി സൺ ആണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കണം. സമ്മർ സീസണിൽ നോർത്ത് പോള് ടിൽറ്റഡ് ടുവേർഡ്സ് ദി സൺ ആണ്, സണ്ണിനോട് ചേർന്നാണ് നിൽക്കുന്നത്. എന്നാൽ വിൻ്റർ സീസണിൽ നോർത്ത് പോള് എവേ ഫ്രം ദി സൺ ആണ്. പക്ഷേ കാണാം ഏതാണ്? സദേൺ ഹെമിസ്ഫിയർ ടുവേർഡ്സ് ദി സൺ ആണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ സമ്മർ സീസണിൽ
നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയർ ആണ് സൂര്യനോട് അടുത്ത് നിൽക്കുന്നത്. സദേൺ ഹെമിസ്ഫിയർ സൂര്യനിൽ നിന്ന് അകന്നാണ് ഇരിക്കുന്നത്. അതിന് കാരണം എന്താ? എർത്തിന്റെ ടിൽറ്റ് കണ്ടോ, എർത്ത് ഇങ്ങനെ ടിൽറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഇങ്ങനെ ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നോർത്തേൺ പോള് സൂര്യന്റെ സൈഡിലോട്ടും സദേൺ പോള് സൂര്യനിൽ നിന്ന് അകന്നുമാണ് ഇരിക്കുന്നത്. സമ്മർ എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കണം? ഡേ കൂടുതൽ ആയിരിക്കണം അല്ലെ. അപ്പോൾ നോർത്ത് പോള് സൂര്യനോട് ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഡേ നോർത്ത് പോളിൽ കൂടുന്നത്. എന്നാൽ സൗത്ത് പോള് എവേ ഫ്രം ദി സൺ ആണ്, സണ്ണിൽ നിന്ന് അകന്നാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നൈറ്റ് ടൈം ആയിരിക്കും കൂടുതൽ, കാരണം ഇത് സണ്ണിൽ നിന്ന് അകന്നാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ നൈറ്റ് ടൈം ആയിരിക്കും കൂടുതൽ. ഇനി വിന്റർ സീസണിലോട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡിസംബറിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസംബറിൽ നോർത്ത് പോളിൽ നൈറ്റാണ് കൂടുതൽ. കാരണം എന്താണ്? ഇറ്റ് ഈസ് എവേ ഫ്രം ദി സൺ ആണ്, സണ്ണിൽ നിന്ന് അകന്നാണ് ഇരിക്കുന്നത്. എന്നാൽ സൗത്ത് പോൾ ഈസ് ടുവേർഡ്സ് ദ സൺ ആണ്. അപ്പോൾ അവിടെ സൗത്ത് പോളിലായിരിക്കും ഡേ കൂടുതൽ ഉണ്ടാവുക. ക്ലിയർ ആണോ? ഇനി ഓട്ടോം ഇക്വിനോക്സും വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഓട്ടം ഇക്വിനോക്സ് വരുമ്പോൾ അതുപോലെ തന്നെ സ്പ്രിംഗ് ഇക്വിനോക്സ് വരുമ്പോഴും ഓട്ടോം സ്പ്രിങ്ങിലും ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആണ് വരിക. കാരണം ഇവിടെ ഭൂമിക്ക് ടിൽറ്റ്, ഭൂമിയുടെ ടിൽറ്റ് ഇവിടെ സൂര്യൻ്റെ സൈഡിലോട്ടാണ്, അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് അകന്നാണ് എന്ന് പറയാൻ പറ്റില്ല. സൂര്യൻ്റെ സൈഡിലോട്ടാണ് അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് അകന്നാണ് എന്ന് പറയാൻ പറ്റില്ല. കറക്റ്റ് പകുതി ഭാഗം, ഭൂമിയുടെ പകുതി ഭാഗം ഡേയും ഉണ്ടാവും, പകുതി ഭാഗം നൈറ്റും ഉണ്ടാവും. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇപ്പം സംശയം തോന്നുന്നുണ്ട്. എന്നാൽ എൻ്റെ വീഡിയോയിലോട്ട് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പോൾ എൻ്റെ ഈ കൈയാണ് സൂര്യൻ എന്നുണ്ടെങ്കിൽ ഈ പെന്നാണ് ഭൂമി എന്ന് വിചാരിക്കുക. ഭൂമിയുടെ നോർത്ത് പോളാണ് ഈ ഒരു ടിപ്പ്, സൗത്ത് പോളാണ് ഈ ഒരു ഭാഗം എന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കിക്കോളൂ, എർത്ത് ഇങ്ങനെ, അതായത് എർത്ത് ഇവിടെ നിൽക്കുന്ന സമയത്ത് എർത്ത് ഈ പെന്നാണ് എർത്ത്, എൻ്റെ കൈയാണ് സൂര്യൻ. ഈ സൂര്യനോട് ചേർന്നാണ് നോർത്ത് പോൾ നിൽക്കുന്നത്. ഈ പൊസിഷനാണ് സമ്മർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഇയാൾ കറങ്ങി ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം സൂര്യനോട് ചേർന്ന് നിൽക്കുന്ന ആളാരാണ്? പെന്നിൻ്റെ സദേൺ ഭാഗമാണ്, സൗത്ത് സൈഡാണ്. അതാണ് വിൻ്റർ സീസണിൽ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ കറങ്ങി ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം നോർത്ത് പോൾ ഈസ് ടുവേർഡ്സ് ദ സൺ. അപ്പം നോർത്ത് പോളിലായിരിക്കും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുക. അപ്പം നോർത്ത് പോളിൽ ആ സമയത്ത് സമ്മർ ആയിരിക്കും. എന്നാൽ ഇയാൾ കറങ്ങി ഇവിടെ വരുമ്പോഴാണ് നമ്മുടെ ഓട്ടം സീസൺ ആവുക. ഓട്ടം സീസണിൽ ഈ ടിൽറ്റ്, ഭൂമിയുടെ ടിൽറ്റ് സൂര്യനോടാണ് എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് അകലെയാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആയിരിക്കും അനുഭവപ്പെടുക. വീണ്ടും ഇത് കറങ്ങി ഇവിടെ വരുമ്പോൾ സദേൺ പോള് എങ്ങോട്ടേക്ക് ഇരിക്കുന്നത്? സൂര്യനോട് ചേർന്നാണ് ഇരിക്കുന്നത്. അതാണ് ഡിസംബർ മാസം. അപ്പോൾ ഡിസംബർ മാസത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്ററും സദേൺ ഹെമിസ്ഫിയറിൽ സമ്മറും ആയിരിക്കും. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും എർത്തിൻ്റെ നേരെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇവിടെ ടിൽറ്റ് സൂര്യനോടാണ് അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് അകന്നാണ് എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. സ്പ്രിങ്ങിലും എന്തില്ല? ടിൽറ്റ് സൂര്യൻ്റെ സൈഡിലോട്ടാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആണ് ഉണ്ടാവുക. നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സമ്മറിൽ നോർത്തേൺ പോള് ടുവേർഡ്സ് ദി സൺ ആണ്. ഓക്കെ, എവിടെ സമ്മറിൽ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആയിരിക്കുമ്പോൾ, അതായത് ജൂൺ മാസത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആയിരിക്കും. കാരണം അവിടെ സൂര്യനോട് ചേർന്നാണ് നോർത്തേൺ ഹെമിസ്ഫിയർ ഇരിക്കുന്നത്. എന്നാൽ അതേ ജൂൺ മാസത്തിൽ തന്നെ നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ ആയിരിക്കും. എന്തുകൊണ്ടാണ് സദേൺ ഹെമിസ്ഫിയറിൽ അവിടെ വിൻ്റർ ആവുന്നത്? കാരണം സൂര്യനിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് കൊണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം, ഡിസംബർ മാസത്തിലോട്ട് വരുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നൈറ്റ് കൂടുതലാണ്. അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ അപ്പോൾ വിൻ്റർ ആണ്. സദേൺ ഹെമിസ്ഫിയറിൽ ഡേ ആണ് കൂടുതൽ. അതായത് സദേൺ ഹെമിസ്ഫിയറിൽ അപ്പോൾ എന്താണ് നടക്കുന്നത്? സമ്മറാണ് നടക്കുന്നത്. അപ്പം ജൂൺ മാസത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിന് സമ്മറും സദേൺ ഹെമിസ്ഫിയറിന് വിൻ്ററുമാണ്. എന്നാൽ ഡിസംബർ മാസത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്ററും സദേൺ ഹെമിസ്ഫിയറിൽ സമ്മറുമാണ് വരുന്നത്. അപ്പോൾ
ഓസ്ട്രേലിയക്കാർ ക്രിസ്മസ് ആഘോഷിക്കുന്നത് സമ്മർ സീസണിലാണ്. നോക്കിക്കേ, December 22. അപ്പോൾ December 25 ഒക്കെ ആകുമ്പോൾ ഓസ്ട്രേലിയയിൽ എന്തായിരിക്കും? സമ്മർ ആയിരിക്കും. ഓസ്ട്രേലിയയിൽ സമ്മർ സമയത്താണ് ഓസ്ട്രേലിയക്കാർ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഇനി സ്പ്രിങ് എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിങ് മാർച്ചിലാണ് വരുന്നത്. അങ്ങനെ മാർച്ചിൽ സ്പ്രിങ് ആയിരിക്കുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിങ് ആണെങ്കിൽ താഴെ ഓപ്പോസിറ്റ് കാലാവസ്ഥയായിരിക്കും. ഏതാണ്? ഓട്ടമായിരിക്കും. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാർച്ചിൽ സ്പ്രിങ് ആയിരിക്കുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ മാർച്ചിൽ ഓട്ടമായിരിക്കും. അതുപോലെ സെപ്റ്റംബർ മാസത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടമായിരിക്കും. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിങ് ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ സീസൺസ് എപ്പോഴും വ്യത്യാസപ്പെട്ടാണ് വരിക. അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ ആയിരിക്കും. ഇനി നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആലോചിക്കുക, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം ആണ് എന്നുണ്ടെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിങ് ആയിരിക്കും. അപ്പോൾ രണ്ട് ഹെമിസ്ഫിയറിലും ഓപ്പോസിറ്റ് കാലാവസ്ഥയാണ് അനുഭവപ്പെടുക. അപ്പോൾ ഇതാണ് റെവല്യൂഷൻ അനുസരിച്ച് വരുന്ന സീസണൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെവല്യൂഷൻ അനുസരിച്ച് സീസൺ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ജൂൺ മാസത്തിൽ സമ്മർ സീസൺ ആണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ, അതേസമയം സദേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ. ഡിസംബർ മാസത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ, അതേസമയം സദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ. അതുപോലെ മാർച്ചിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിങ്, സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം. സെപ്റ്റംബറിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം, സദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിങ്. ഇതാണ് കാലാവസ്ഥയിൽ വരുന്ന അല്ലെങ്കിൽ ക്ലൈമറ്റിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കുന്നതാണ്. അപ്പോൾ ബേസിക്സ് ഓഫ് ജോഗ്രഫി കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ജസ്റ്റ് എർത്തിൻ്റെ ഷേപ്പ്, അതിൻ്റെ സ്പെറിസിറ്റിക്കുള്ള എവിഡൻസുകൾ, അതുപോലെ തന്നെ എർത്തിൻ്റെ ആക്സിസിൻ്റെ ടിൽറ്റ് 23.5ഉം 66.5ഉം, അതിനുശേഷം നമ്മൾ എർത്തിൻ്റെ റൊട്ടേഷൻ, ആ റൊട്ടേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്ന് പറഞ്ഞു, റെവല്യൂഷൻ എന്താണെന്ന് കണ്ടു, റെവല്യൂഷൻ്റെ സിഗ്നിഫിക്കൻസ്, അതനുസരിച്ച് 4 സീസൺസ് എങ്ങനെ ഉണ്ടാവുന്നു, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബേസിക്സ് ഓഫ് ജോഗ്രഫിയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ഇൻ്റർനാഷണൽ ടൈം ലൈൻ, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ലൈൻ നോക്കും. അതിനുശേഷം നമ്മൾ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യനും ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ, ഹാവ് എ നൈസ് ഡേ.